ഒമാൻ തീരത്ത് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കോഴിക്കോട് സ്വദേശി പ്രവീൺ നാട്ടിൽ തിരിച്ചെത്തി. ആക്രമണത്തിൽ കൂടെയുണ്ടായിരുന്ന സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് പ്രവീൺ. ഷിപ്പിംഗ് കമ്പനി കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് നാട്ടിലെത്താൻ സാധിച്ചതെന്ന് പ്രവീൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ആളുകളെ ഉടൻ നാട്ടിലെത്തിക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്നും പ്രവീൺ കൂട്ടിച്ചേർത്തു. ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒമാൻ തീരത്തേക്ക് നടത്തിയ ആക്രമണത്തിൽ കപ്പലിലുണ്ടായ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ കപ്പലിലുണ്ടായിരുന്ന കോഴിക്കോട് കോനാട് സ്വദേശി പുളിക്കൽ പ്രവീൺ നമ്മളോടൊപ്പം ചേരുകയാണ്. അന്നത്തെ ആ സംഭവം എങ്ങനെയായിരുന്നു? അതായത് ഞായറാഴ്ച ഒരു 10-11 മണിക്ക് ഞങ്ങൾ ഇത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു ശബ്ദം കേട്ട്, ശബ്ദം എന്ന് പറഞ്ഞാൽ ആർക്കും അത് ബിലീവ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവും എന്നുള്ള ശബ്ദം ഉണ്ടായി. ഞങ്ങളതിനെപ്പറ്റി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളത് ഓൾറെഡി ഫയർ ആയിട്ടുണ്ടായിരുന്നു. ഫയറായി കഴിഞ്ഞ് ഞങ്ങളത് ഇതാക്കി കൺട്രോൾ ചെയ്ത് അതിൽ ഞങ്ങളെ കൂടെയുള്ളൊരു പ്രവർത്തകന് ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ എല്ലാം നോക്കി, പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാക്സിമം ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും പോകേണ്ടി വരും. പിന്നെ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ആ നിവൃത്തിയോട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് എന്തായാലും ഇനിയിപ്പോൾ അബാൻഡൻഷിപ്പ് ചെയ്യേണ്ടി വരും. അതിൽ ക്യാപ്റ്റന്, ചീഫ് എഞ്ചിനീയർ എല്ലാവരും അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ സേഫായിട്ട് ഇവിടെ ബാക്കിയുള്ളവർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് കമ്പനി അതിന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ എംബസി മുഖാന്തരം ഞങ്ങൾ ഇവിടെ സ്ഥലത്തെത്തി. ബോംബെയിൽ നിന്ന് ഇവിടെ കോഴിക്കോടെത്തി വീട് വരെ എത്തുന്നവരെ സേഫ്. ഇപ്പോഴും സേഫാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നുമില്ലാതെ പോകുന്നു എല്ലാവരും. അല്ല, ഒരാൾ മാത്രം നമ്മളെ വിട്ടുപോയി. അതാണ് ഏറ്റവും വലിയൊരു വിഷമം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. കമ്പനി എല്ലാം മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ബോംബെയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടീൻ്റെ അച്ഛനായിട്ട് എല്ലാം മീറ്റ് ചെയ്ത് പലവരും വന്ന്, എത്രയായാലും മകൻ പോയി കഴിഞ്ഞാൽ അച്ഛന് വിഷമം ഉണ്ടാവില്ലേ, ആ വിഷമം തന്നെ ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിൽ അവിടെ ഒരു ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടോ? അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഭീകര അന്തരീക്ഷം ഇല്ല. പക്ഷെ എന്നാലും അവിടെ കുറേ മലയാളികളുണ്ട് ആ ഹോട്ടലിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട്, നിങ്ങളപ്പോൾ അവർ പറഞ്ഞത് എന്ത് ചെയ്യും, ഞങ്ങൾ ഇവിടെ കുടിയും കിടക്കുകയാണ്. അപ്പം അതിൻ്റെ വേണ്ടപ്പെട്ടവർ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോലത്തെ എല്ലാം ചിന്തിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെപ്പോലത്തെ ചാനലുകാർ ചെയ്യേണ്ടത്. വലിയ നടുക്കുന്നൊരു അനുഭവത്തിലൂടെയാണ് കോനാട് സ്വദേശി പ്രവീൺ കടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ഷിപ്പ് കമ്പനി കൃത്യമായി അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുകയും കൂടാതെ കുടുംബങ്ങളെല്ലാം കണ്ടു. കൂടെയുള്ളവരെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിലൂടെ ഇദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുണിനോടൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.